അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മക്കളെ ഗാർഡൻ വർക്കാണേ. ഇത് ചെയ്യേണ്ടത് ഒരു സ്കൂളിലാണ്. സ്കൂളെന്ന് പറയുന്നത് മേവടയാണ്, അതായത് പാല മേവടയാണ് സ്ഥലം. അപ്പം തലേന്നത്തെ മഴയിൽ പുല്ല് നനഞ്ഞായിരുന്നു. ആ പുല്ല് ഓൾറെഡി വെള്ളം ഒഴിക്കുന്നതാണ്, പക്ഷേ ഇത് നല്ലപോലെ നനഞ്ഞ് കുതിർന്നു പോയി. അപ്പം കാണുന്നത് മൊത്തം വെള്ളത്തോടെയാണ് കയറ്റുന്നത്. ഇനി ഇതുകൊണ്ട് വീഴ്ക്കണം, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് വിടുക. സ്കൂള് പാലായില, ഇച്ചിരി ഉള്ളിലാണ് സ്കൂളിലിരിക്കുന്നത്, ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ഇനി സ്ഥലമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം പുല്ല് വിരിക്കാൻ. അവിടെ ഈ മടലും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിടക്കുവാണ്. എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ, എന്നിട്ട് ഇവിടെ വേണം പുല്ല് വിരിക്കാൻ. അപ്പം അവിടെ കിടന്ന കല്ലെല്ലാം ഞങ്ങൾ ആ തെങ്ങിന് ചുറ്റിനും അടുക്കി. അത് എല്ലാം വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് തെങ്ങിന് ചുറ്റിനും ഒരു ഷോ വരുന്ന രീതിയിൽ അടുക്കി കൊടുത്തു. പിന്നെ കുറച്ച് ഓടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിച്ച് അതും തെങ്ങിന് ചുറ്റിനും അതേപോലെ തന്നെ കട്ട് ചെയ്ത് അടുക്കി വെച്ചു. ഈ സ്കൂള് നേരത്തെ ഓടായിരുന്നു കേട്ടോ, അപ്പോൾ ഓടിൻ്റെ പീസുകളാണ് കിടക്കുന്നത്. ഇനി അടുത്തത് കുളമാണ്. ഈ കുളം കൊണ്ട് ആ തെങ്ങിൻ്റെ അടുത്ത് വെക്കേണ്ടതാണ്. അപ്പം ഈ പിള്ളേർ മൊത്തം കല്ലും മണ്ണും എല്ലാം വാരി അതിട്ട് ഫുള്ള് നിറച്ചേക്കുക. പിന്നെ അതൊരു വിധത്തിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇറക്കി. ഇനി അത് കഴുകണം. കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ കുളം കൊണ്ട് അവിടെ വെക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു കാണാനൊരു ഷോ വേണ്ടേ. പിന്നെ അത് കൊണ്ട് വെച്ചു, കഴുകിക്കഴിഞ്ഞ് നേരെ തെങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. കുഴി കുത്തിയിട്ട് വേണം കുളം ഇനി വെക്കാൻ. അപ്പം ഇനി ഈ പാമ പറിക്കണം. എന്നുവെച്ചാൽ കുട്ടികൾ ഊഞ്ഞാലാടുമ്പോൾ ഈ പാമ്പ് വന്നിരിക്കുന്നുണ്ട്. അത് തൊട്ട് ഫ്രണ്ടിലാണ് ഊഞ്ഞാൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികൾ ആടുമ്പോൾ ഈ പാമ്പ് വന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷെ ഈ പാമ്പ് നമ്മൾ കാണുന്ന പോലല്ല, ഭയങ്കര ഒരു ടാസ്ക്കാണ് ഇത് പറിച്ച് മാറ്റുക എന്നുള്ളത്. നല്ല കട്ടിയാട്ടോ ഈ പാമ്പിന്. അപ്പം ടീച്ചർ പറഞ്ഞു പാമ്പിൻ്റെ ഒരു 3-4 പീസ് പറിച്ച് നമുക്ക് കുളത്തിന് ബോർഡറായിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അത് പറിക്കുന്നതാട്ടെ കാണുന്നത്. അപ്പം ചെറിയ പീസുകളെല്ലാം അടത്തി മാറ്റി അതിൽ നിന്ന് വലുതൊരു 2-3 പീസ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു. അതിനി കുഴിച്ച് വെക്കണം. അപ്പം ഈ കുഴി കുത്തിയപ്പം ഈ നേരത്തെ നടന്ന പ്രോഗ്രാമിന് തോരണങ്ങളും മറ്റേ ഈ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ മൊത്തം. അതുകൊണ്ട് വലിയ കുഴി എടുപ്പ് നടന്നില്ല. പിന്നെ ഞങ്ങളെ പറ്റുന്ന രീതിയിൽ കുഴി എടുത്ത് പാമ്പ് വെച്ചു. പാമ്പിലൊരു 3 പീസ് എടുത്ത് അവിടെ തന്നെ വെച്ചു. ഇനി കുളം വെക്കണം. കുളം വെക്കുന്നത് പാമ്പിനോട് അടുത്ത് വേണം കുളം വെക്കാൻ. അങ്ങനെ പാമ്പെല്ലാം ഉറപ്പിച്ച ശേഷം പാമ്പ് നല്ലപോലെ സെറ്റാക്കി അതിനി കുളത്തിനുള്ള കുഴി എടുത്തായിരുന്നു കേട്ടോ. കുളത്തിനുള്ള കുഴി അതിൻ്റെ കൂടെ അങ്ങ് എടുത്തായിരുന്നു. പിന്നെ കുളം വെക്കുക, കുളം വെക്കുന്നത് പാമ്പിനോട് ചേർന്ന് തന്നെയാണ്. അതിനുള്ള കറക്റ്റ് രീതിയിലാണ് കുഴിയെടുത്തത്. അത് കുളം കുറച്ച് മേളിൽ പൊങ്ങി നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു. വെച്ചാൽ അല്ലെങ്കിൽ കുളം പിന്നെ കാണത്തില്ലാതെ ഇപ്പം പുല്ലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല, കുളം ഒത്തിരി താന്നു പോയാലും. അതിന് പിന്നെ പുല്ലിന് ഉള്ള മരുന്നടി തുടങ്ങി. തറയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുല്ലിനുള്ള മരുന്നാട്ടോ അടിക്കുന്നത്. അത് ചെതല് വരാതിരിക്കാനുള്ള മരുന്നാണ്. നമ്മളിവിടെ വെക്കുന്നത് മെക്സിക്കൻ ഗ്രാസാണ്. അപ്പം മെക്സിക്കൻ ഗ്രാസിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നോക്കി വെച്ചില്ലെങ്കിൽ ചെതല് കയറും. ചെതല് കയറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ മരുന്നടിക്കുന്നത്. അങ്ങനെ മരുന്നെല്ലാം അടിച്ചിട്ട് പുല്ല് സെറ്റ് ചെയ്യുവാണേ. ഇനി നമ്മളിതിനെ ഉറപ്പിക്കണം. അതായത് ഈ പുല്ലിൻ്റെ അടിയിൽ ഗ്യാപ്പ് കാണാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതുവഴി എന്തെങ്കിലും ചെതലോ അങ്ങനത്തെ ഐറ്റംസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. തൂമ്പൊക്കെ വെച്ച് നമ്മൾ ഇടിച്ചുറപ്പിക്കുവാണ്. ഈ സൈഡ് തീർത്തിട്ട് വേണം കേട്ടോ അപ്പുറത്തെ ഭാഗം തുടങ്ങാൻ. മഴയുടെ ചെറിയ കോളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വർക്ക് ഇച്ചിരി സ്പീഡാക്കിയായിരുന്നു. ഇവിടം തീർത്തിട്ട് അപ്പുറം ചെയ്യാനുള്ളതാണ്. അപ്പം കുട്ടികൾ ആദ്യമായിട്ട് പുല്ല് ഇരിക്കുന്നത് കാണുന്നത്. അവർക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പം അവരോടി. അങ്ങനെ ആ സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഇപ്പുറം തെങ്ങിൻ്റെ ഇപ്പുറഭാഗമുണ്ട്, അത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മണ്ണ് നമ്മൾ വെട്ടിയിട്ടിട്ടാണ് വിരിക്കുന്നത്. കാരണം അവിടെ മണ്ണില്ലായിരുന്നു.
അങ്ങനെ വെട്ടിയിട്ട് അത് വിരിക്കുക. ആഴ്ചയിലൊന്ന് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കണമെന്ന് നിയമമുള്ളത് നന്നായി. ഞങ്ങൾക്കതുകൊണ്ട് വയറ്റുഭാഗ്യം ഉണ്ടായി. ഞങ്ങൾക്കതുകൊണ്ട് ഉച്ചക്കത്തെ കാര്യം ഓക്കെ ആയി. ഉച്ചക്കത്ത് സ്കൂളിൽ നല്ല വെജിറ്റബിൾ ബിരിയാണിയും സാലഡും പപ്പടവും എല്ലാം കൂട്ടി നല്ല രീതിയിൽ കഴിച്ചു. അതിന് പിന്നെയും വർക്ക് തുടങ്ങി. അടുത്ത പുല്ല് വിരിക്കേണ്ട ഇവിടെയാണ് കേട്ടോ. ഇവിടെയും മറ്റേതുപോലെ തന്നെയാണ്. ഫുള്ള് ക്ലീൻ ചെയ്യണം. മൊത്തം കാട് കയറി കിടക്കുക. അതിനി ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഇവിടെയും പുല്ല് വിരിക്കാൻ. ഇത് നേരത്തെ കുറച്ച് പണി നടന്നായിരുന്നു. അതിൻ്റെ കുറേ വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ആദ്യമേ തന്നെ കാടെല്ലാം പറിക്കാനുള്ള പരിപാടി തുടങ്ങി. കാടെല്ലാം പറിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം പുല്ല് വിരിക്കാൻ. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഇങ്ങനായി കേട്ടോ. അങ്ങനെ ഫുള്ള് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ആ ഒരു കൊടിമരം ഉണ്ടായിരുന്നു, അതിന് ചുറ്റിനും കുറേ കല്ലൊക്കെ വെച്ചു റെഡിയാക്കി. എന്നിട്ട് പുല്ല് വിരിക്കാനുള്ള മരുന്നൊഴിച്ചു. അങ്ങനെ കൊടിമരം ചുമ്മാ വെച്ചാൽ പറ്റത്തില്ലല്ലോ, അദ്ദേഹം കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടേ. അപ്പം അവിടെ ഇപ്പം ഞങ്ങൾ എന്നെ അടുത്ത് വെച്ചാൽ അവിടെ കുറച്ച് നെറ്റിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഇട്ട് ഷോയാക്കി. കാണുമ്പോൾ ഒരു ഒരു സുഖം വേണമല്ലോ. അല്ലെങ്കിൽ ഒരു സുഖം കാണത്തില്ല. എപ്പോഴും ചെള്ളൊക്കെ കെട്ടി അങ്ങനെ നിൽക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ പുല്ലുവിഴി തുടങ്ങി. അവിടെയും പുല്ലുവിഴി ഫാസ്റ്റായിട്ട് തന്നെ നീങ്ങി. കാരണം മഴയുടെ ഒരു ഇതുള്ളത് കൊണ്ട് വേഗം തന്നെ വിരിച്ച് പോയി കേട്ടോ. ഇവർ റെസ്റ്റ് എടുത്തിട്ടില്ല കേട്ടോ, ഫുൾ ടൈം വർക്ക് തന്നെയായിരുന്നു. അവരും റെസ്റ്റ് എടുത്തിട്ടില്ല. പുല്ല് വിരിയും അങ്ങനെ കണ്ടിന്യൂസ് തന്നെ പണിയായിരുന്നു. അങ്ങനെ അതെല്ലാം ഇടിച്ചുറപ്പിച്ച് ഏകദേശം എല്ലാം സെറ്റാക്കി. അവിടെ തെങ്ങുണ്ട്, ആ തെങ്ങിന് ചുറ്റും കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ നമ്മൾ ബോർഡറായിട്ട് വിജീനയായിട്ട് വെച്ച് കൊടുത്തത്. വിജീനിയ പ്ലാന്റ് ആകുമ്പോൾ പിന്നെ അധികം വെള്ളം വേണ്ട, കളർ മാറിക്കോളും. നമുക്ക് വെട്ടി നിർത്താൻ ബോൺസായി ആക്കാവുന്നൊരു പ്ലാന്റാണ്. അതുകൊണ്ട് വലിയ കുഴപ്പം വരാത്തതുകൊണ്ടാണ് വിജീനിയ സെലക്ട് ചെയ്തത്. പിന്നെ ടീച്ചറിന് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലവറിങ് പ്ലാന്റ് എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് അടുത്ത വട്ടം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ് വെച്ച് കൊടുക്കണം. ഇതൊക്കെ നോക്കുകയോടെ വേണം കേട്ടോ. നോക്കിയാൽ മാത്രമേ ഇതൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഇതും നമ്മളെപ്പോലെ ജീവനുള്ള അവസ്ഥകളാണ്. അപ്പം അതിനെ നല്ല രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിലുള്ള റിസൾട്ട് തരും. അത്യാവശ്യം മുഴുപ്പുള്ള വിജീനിയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിയ കുഴി എടുക്കേണ്ടി വന്നു. കുഴിയെല്ലാം എടുത്ത് സാധനം സെറ്റ് ചെയ്തു മൂടി. ഇനി അത് നോക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളുകാരുടെയാണ്. അവർ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ടീമാണ്. അങ്ങനെ ഏകദേശം ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ കുളം വെച്ച് ചേർത്ത് കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് റെഡിയാക്കി. അതും അത്യാവശ്യം ഭംഗിയുള്ള രീതിയിലാക്കി കേട്ടോ. പിന്നെ അവിടെ ഇടുന്ന ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചായിരുന്നു. ഒരു മെനസ്ട്രോമ ഉണ്ടായിരുന്നു, അതും കുളത്തിന് സൈഡിലായിട്ട് അതും വെച്ചു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ടോട്ടൽ എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയുടെ ഫിഗർ കേട്ടോ.